ഇസ്രയേൽ സ്വർഗഭൂമിയാണ്, വാഗ്ദത്ത ഭൂമിയാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള ഭൂമിയാണ്, ബുദ്ധിമാന്മാരുടെ ഇടമാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകളാണ് ഇസ്രയേൽ വിട്ടുപോയത്. അതിനെ സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാനുള്ള മൈഗ്രേഷൻ്റെ പുതിയ സാധ്യതകളൊന്നും ഇസ്രയേലിന് ആവശ്യമില്ല. മാനുഷികമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എന്തെല്ലാം സൃഷ്ടിക്കാൻ കഴിയുമോ അതെല്ലാം അവിടെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ അയൽ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്നതും പിടിച്ചുപറിക്കുന്നതും, സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വേറൊരു രാജ്യത്തെ ആളിനെ കൊണ്ടുപോയി ആയുധം വെച്ച് താമസിപ്പിക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനം അവർക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാവും ഇത്രയും ആളുകൾ ഇസ്രയേൽ വിട്ടുപോയത് എന്ന അന്വേഷണമാണ് വളരെ കൗതുകകരമായ ഒരു ഫലത്തിലെത്തിച്ചത്. നമ്മൾ സാധാരണ വീടുകളിൽ പറയാറുണ്ട്, ചില കുടുംബത്ത് താമസിക്കുന്നവർ പറയാറുണ്ട്, ഞങ്ങൾ മാറി താമസിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, വീട്ടിലൊരു സമാധാനം വേണ്ടേ, ഒരു സ്വസ്ഥത വേണ്ടേ. എവിടെങ്കിലും പോയി ഉള്ള കഞ്ഞിയും കുടിച്ച് താമസിച്ചാൽ ഒരു സമാധാനമുണ്ടല്ലോ. കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ വാത്സല്യം സിനിമയിൽ മേലേടത്ത് രാഘവൻ നായർ അവസാനം പോയി താമസിച്ചതുപോലെ. ഇസ്രയേലിലെ സ്ഥിതിവിശേഷം എന്താ? പോരാടുകയാണ്, ജയിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും നിരവധി തവണ അവിടുത്തെ പല ഭാഗങ്ങളിലെയും ജനങ്ങൾ ബങ്കറിൽ കയറിയിരിക്കേണ്ടി വന്നു. പലയിടങ്ങളിലും അവരുടെ കൺമുന്നിൽ പല തകർച്ചകളും പല തകർക്കലുകളും കാണേണ്ടി വന്നു. യുദ്ധങ്ങളുടെ കെടുതി അവരും അനുഭവിച്ചു. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് പോയി ബാക്കി എല്ലാ രാജ്യത്തു നിന്നും ഉള്ള ആളുകളെ പോലെ സമാധാനത്തോടെ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം പലയിടങ്ങളിലുമുണ്ട്. ഇത്തരം അസ്വസ്ഥതകളും യുദ്ധത്തിൻ്റെ കെടുതികളും രാഷ്ട്രീയ അസ്ഥിരതയും കാര്യങ്ങളും കൊണ്ട് ഈ രാജ്യത്തുനിന്ന് എവിടെയെങ്കിലും പോയി ഉള്ളതിലൊതുങ്ങി സമാധാനമായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് കരുതിയാണ് ഈ പലായനമെന്ന് ഈ റിപ്പോർട്ടിലൂടെ അവർ പുറത്തുവിടുന്നു. മുൻകാലങ്ങളിൽ ഇതിൻ്റെ 4/1 മാത്രമായിരുന്നു ഇസ്രയേലിൽ നിന്ന് ആളുകൾ പോയിരുന്നത്. അതും അമേരിക്കയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മികച്ച പഠനമോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ബ്രെയിൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നെങ്കിൽ ഇന്നൊരു സാമാന്യേന മിടുക്കുള്ള ആളുകളെല്ലാം ആ നാട് വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലടക്കം വിവിധ സ്ഥലങ്ങളിൽ കിട്ടും. അവർ 2023-ലും 2024-ലും 2025-ലും ഒക്കെ പോയ കണക്കുകൾ വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത്രമേൽ സൗകര്യവും സമ്പന്നവുമൊക്കെ ആണെങ്കിലും സമാധാനമില്ലാത്ത നാട് എന്ന് പറയുന്നത് ആർക്കും ജീവിക്കാൻ കഴിയുന്ന നാടല്ല. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തന്നെ സ്ഥിതി എടുത്ത് നോക്കൂ. ഒരുപാട് മിഡിൽ ഈസ്റ്റിലെ ആളുകൾ ഈ നാട്ടിലെ മുഴുവൻ സ്വത്തും വിറ്റ് അങ്ങ് ദുബൈയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ തലമുറകൾ തന്നെ അവിടെ ആയിരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നവർ ഇന്നൊരു മടക്കയാത്രയിലാണ്. കാരണം അങ്ങനെ എല്ലാ കാലത്തും തുടർന്നാൽ അവിടെയും സുരക്ഷിതമല്ല, അവിടെയുമുണ്ട് അസ്ഥിരത, അവിടെയുമുണ്ട് പ്രശ്നങ്ങൾ എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. കഴിഞ്ഞ ദിവസം നല്ല രീതിയിലൊക്കെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളെന്നോട് പറഞ്ഞത്, ഈ ഹോർമുസ് കടലെടുക്ക് അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം, അതിൻ്റെ ഒരു വശത്ത് ഇറാൻ ഉള്ളിടത്തോളം കാലം, അമേരിക്കയും ഇസ്രയേലും എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം എന്നും ഈ മേഖല ഒരശാന്തിയുടെ തീരമായിരിക്കും എന്ന് പറഞ്ഞ് പണ്ട് വിറ്റ സ്ഥലങ്ങൾ പലതും തിരിച്ചു വാങ്ങി നാട്ടിൽ വീട് പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇസ്രയേലിലെയും സ്ഥിതി.